എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നോജിൻ വരീക്കൽ എന്നാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ എൻ്റെ ചർച്ച അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിലുള്ള വായനയാണ്. അത് 2-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളാണ്. പക്ഷേ അതുകൂടാതെ ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ പേജിൽ ഞാൻ സുവിശേഷം മത്തായിയുടെ സുവിശേഷം, പുതിയ നിയമം മത്തായിയുടെ സുവിശേഷം തൊട്ട് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ. രാത്രിയിൽ പോലും അവൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ല. അവൻ്റെ എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെയാണ്. ഇതും മിഥ്യ തന്നെ. തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നില്ല. ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ദൈവത്തിൽ നിന്നകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക? തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. അത് ടോപ്പിക്ക്. ആ ഒരു വാക്യം നമ്മൾ ഒന്നുകൂടി എടുത്ത് കേൾക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. പാപിക്കാകട്ടെ അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു. ഇതും മിഥ്യയും പാഴ്വേലയും തന്നെ. മനസ്സിലായില്ലേ? നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്തതെന്ന് പറഞ്ഞാലും അവസാനം ദൈവത്തിൻ്റെ കൈകളിലാണ് എല്ലാത്തിൻ്റെയും തീരുമാനം ഇരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. കഠിനാധ്വാനം ചെയ്യുന്നത് മാത്രമല്ല മനുഷ്യൻ്റെ ജോലി. ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തിൽ നിന്ന് ദൈവസ്നേഹവും ദൈവസമാധാനവും ദൈവം തരുന്നത് സ്വീകരിക്കുക. അതാണ് നമ്മുടെ എല്ലാവരുടെയും കടമ. നമുക്കതിനു വേണ്ടി ശ്രമിക്കാം. എൻ്റെ ഇന്നത്തെ വിഷയം ഇതാണ്. നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നതിന് പകരം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം സർവേശ്വരൻ നമുക്ക് നൽകും. അതിനായിട്ട് സർവേശ്വരൻ നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി എന്നേക്കും ആമേൻ. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.